ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യെസ് ഓർ നോ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പിക്കപ്പ് ആയ റീഡിംഗ്, പിക്കപ്പ് ചാം റീഡിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിളിക്കാം. കാരണം നമുക്കിവിടെ ചാംസ് ഉണ്ട്. 12 ഗ്രൂപ്പാണുള്ളത്. കഴിഞ്ഞ മാസം ഇതുപോലെ റീഡിംഗ് ചെയ്തിരുന്നു. ഒരു എന്താ പറയുക, ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ആണ് ഷോർട്സിന് പകരം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ റീഡിങ്ങിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈ 12 ഗ്രൂപ്പിനും 12 വ്യത്യസ്ത യെസ് ഓർ നോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കരുതാവുന്നതാണ്. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്യുന്ന ചാംസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു ചോദ്യം തന്നെ മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ ചോദിക്കാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും, വേറെ ഒന്നുമല്ല, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ കൃത്യമായ ക്ലാരിറ്റിയാണ് വേണ്ടതെങ്കിൽ ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ മനസ്സിൽ കരുതാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഹൊറിസോണ്ടലിയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ 12 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊന്നുകിൽ 12 ചോദ്യങ്ങളും നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റ്യൂട്ടീവ്ലി അട്രാക്ട് ചെയ്യുന്ന ചാംസിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിന് ഓരോ ചാംസിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ റീഡിംഗ് കണ്ടു തുടങ്ങുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള യെസ് ഓർ നോ ചോദ്യം ചിന്തിക്കുക. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന്. ഇപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് അവർക്കുള്ള ഉത്തരം എന്താണ്? മേ ബി, വെയിറ്റ്, ഫെയർനെസ് ആൻഡ് ബാലൻസ് ആർ സ്റ്റിൽ അൺഫോൾഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കുറച്ചുകൂടെ കാത്തിരിക്കാൻ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന യെസ് അല്ലെങ്കിൽ നോ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു 1 കാർഡ് ഗൈഡൻസ്, ടാരോ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ്. ഈ ഒരു സമയം നിങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കേണ്ട സമയമാണ്. ഇതിന് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നതിനർത്ഥം ഇതിനെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ്, നിങ്ങളുടെ ചോദ്യം എന്താണോ അതിനെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ വിഷയത്തിന് ഉപേക്ഷിച്ച് കളയാനല്ല യൂണിവേഴ്സിറ്റി പറയണേ. നിങ്ങൾ ക്ഷമയോടെ ആയിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിലാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളൊരു ഹീലിംഗിലേക്ക് പോകേണ്ട സമയമാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഹീലിംഗിലൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുക. കണക്റ്റഡ് ആണത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യെസ് ഓർ നോ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഒരു എത്രയും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നേടിയെടുക്കുന്നതിന് നിങ്ങളാൽ എന്താണോ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക, അത് എത്ര ചെറിയ ഒരു ആക്ഷൻ ആണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ആ ഒരു ഹീലിംഗ് ജേർണിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചോദ്യത്തിനുള്ള ശരിയായ യെസ് അല്ലെങ്കിൽ നോ ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിപ്പോൾ അല്ല, ഇപ്പോൾ നിങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ക്ഷമയോടെ ആയിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ടൈമിംഗ്, ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2ന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന യെസ് ഓർ നോ ഗൈഡൻസ്, ഇറ്റ്സ് എ യെസ്. ഓക്കെ, റൈസ് അപ്പ്, ദിസ് ഈസ് യുവർ മൊമെന്റ് ഓഫ് ട്രൂത്ത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ മനസ്സിൽ ചിന്തിച്ചത്, അത് നടക്കും. ഓക്കെ, നടക്കുമോ ഇല്ലയോ എന്നാണെങ്കിൽ അത് എന്തായാലും സംഭവിക്കും. നിങ്ങളോട് അതിന് വേണ്ടുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിന് നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ടേക്ക് ദാറ്റ് ലീപ്പ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ലീപ്പ്, ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണുള്ളത്. നമുക്ക് ടാരോ അതൊന്നും കൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലീപ്പ് എടുക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ലീപ്പ് എടുക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല നിങ്ങളത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു ലീപ്പ് എടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും നിങ്ങൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ചെയ്യുന്നതിന്. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തു വന്നതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇനി ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളോട് ഇപ്പോഴേ ആ ഒരു ലീപ്പ്, ആ ഒരു കംഫർട്ട് സോണിൽ പുറത്തു വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുക. ഇനിയും ഒരു പെർഫെക്റ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്ത് ഫർദർ കൺഫർമേഷനോ അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനോ വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്ന് നിങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ദിസ് ഈസ് ദ ടൈം എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3യുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകുന്ന ആൻസർ എന്താണ്? ഗ്രൂപ്പ് 3യുടെ മനസ്സിലുള്ള ദിസ് ഇസ് എ സൈൻ എന്ന് പറയുന്നു. പേ അറ്റൻഷൻ, യുവർ ആൻസർ ഈസ് റൈറ്റ് ഹിയർ. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരം അത് യെസ് ആണോ നോ ആണെന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ് എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഒരു യെസ് എനർജിയാണ് എനിക്കിവിടെ കൂടുതലായി കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട ആക്ഷൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കൺമുന്നിൽ ഉത്തരമുണ്ട്. ഓക്കെ, അത് ഭൂരിഭാഗം പേർക്ക് ഒരു യെസ് ആൻസർ ആണ്. യെസ് ആണ്, യെസ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ യൂണിവേഴ്സ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇനിയും നിങ്ങളൊരു കൺഫർമേഷന് വേണ്ടി വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ കൺഫർമേഷന് ഒരു ക്ലാരിഫിക്കേഷനോ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ എന്താണോ ഇനി നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് ഈ ഒരു കാര്യത്തിനുമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങളുടെ ചോദ്യത്തിലുള്ള ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് എഫേർട്ടാണ് എടുക്കേണ്ടത് അത് എടുക്കുക. പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിലൂടെ വിജയം എന്തായാലും നേടാൻ സാധിക്കും എന്ന് കാണുന്നു. കാരണം നമുക്ക് 4 of Wands ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ ഇടവരുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം ആണ് സംഭവിക്കുക. അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യരുത്. ഇനി ഒരു ക്ലൂ അല്ലെങ്കിൽ ഈ ആക്ച്വലി ഈ ഒരു റീഡിംഗ് പോലും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഫയൽ. കാരണം നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി ആൻസർ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലത്തെ ആൻസൈറ്റി, നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങൾ വളരെ ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ്, അല്ലെങ്കിൽ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഉത്തരം കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങളോട് കുറേ കൂടെ അറ്റൻഷൻ കൊടുക്കാൻ പറയുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ പറയുന്നു. ഈ പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് എത്രയും പെട്ടെന്ന് അടുത്ത ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് ആ ആക്ഷൻ എടുക്കുക. ഇനി വെയിറ്റ് ചെയ്യരുത്. ഇനി ഒരു പെർഫെക്റ്റ് മൊമെന്റിന്, ഇനി ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യരുത്, എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഫാമിലി സപ്പോർട്ടിന്റെ കാര്യം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എന്തായാലും ഉണ്ടാകും, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 4. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 4ന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ആൻസർ എന്താണ്? ഇറ്റ്സ് എ നോ. സഡൻ ചേഞ്ച് നോട്ട് അലൈൻഡ് ഫോർ നൗ. അപ്പൊ ഇതുമായി മുന്നോട്ട് പോയാൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയാൻ, നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിയാനൊക്കെ സാധ്യതയുണ്ട്. വീണ്ടും ബാക്ക് ടു സീറോ എന്നുള്ളൊരു എനർജി കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കണ്ടാലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, നിങ്ങളായിട്ട് അലൈൻഡ് അല്ല ഈ ഒരു കാര്യം. എനർജറ്റിക്കലി നിങ്ങളും ഈ ഒരു കാര്യവുമായിട്ട് അലൈൻഡ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതൊരു ടവർ എനർജിയാണ്. പെട്ടെന്നാണ് ആകെ കാര്യങ്ങൾ തകർന്ന് വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തും. ഏതിൽ നിന്നാണോ നിങ്ങൾ ഒരു രക്ഷ വേണം അല്ലെങ്കിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നത് അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ എത്തും.
ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്കായിട്ട് അലൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് നിങ്ങളോട് നോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സ് വാർണിംഗ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ വാർണിംഗ് സ്വീകരിക്കാൻ പറയുന്നു. പേ അറ്റൻഷൻ, ക്ലോസ് അറ്റൻഷൻ, വളരെയധികം അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സമയമാണിപ്പോ. ഓക്കെ, കാരണം ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത് എങ്ങനെയാണെന്നും നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നും നിങ്ങൾ ഏത് വഴി കൂടെ പോകണം എന്നുള്ളതിനെ പറ്റി ഉള്ള ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ, നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഗൈഡൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, ചില സൈൻസ്, എന്തെങ്കിലും സിമ്പിൾ ഒക്കെ കാണിച്ചിട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങളോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു പക്ഷെ ഇത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത് പല പ്രാവശ്യമായിട്ട് യൂണിവേഴ്സ് വാൺ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അറ്റൻഷൻ, പേ ക്ലോസ് അറ്റൻഷൻ പറയുന്നു. ഈ ഒരു കാര്യത്തിനോട് ഒരു സ്ട്രോങ് ബൗണ്ടറി ഇടാം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. നിങ്ങളായിട്ട് അലൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാം. ഇത് ഇപ്പോൾ വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞ കണ്ട സമയം 11:11 ആണ്. ഇതിപ്പോ വേണ്ട. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 4. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 5. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 5 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് 2 കാർഡാണ് വേണ്ടിയിട്ടുള്ളത്. Absolutely not. Need closure. Don't waste your energy here. Okay, ഇത് അവസാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അവസാനിക്കേണ്ടതാണ്. ഈ ഒരു നിങ്ങൾ എന്തിനാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ പ്രോഗ്രസ് ആകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങളിവിടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്ര നേരം ഇതിനെ ഹോൾഡ് ഓൺ ചെയ്യുന്നു, ഇതിലേക്ക് തന്നെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഒരു മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നു, നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാണ്, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. ആക്ച്വലി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്, ഈ ഒരു കാര്യത്തിന് ഒരു ക്ലോഷർ നൽകേണ്ടതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഇത് വിട്ടൊഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് കാണുന്നു. കാർഡ്സ് എത്ര രസമായിട്ടാണ് അലൈൻഡ് ആകുന്നത് നോക്കുക. 2 of Wands, Princess of Wands. എന്താ നിങ്ങളോട് പറയണേ? ഉപേക്ഷിക്കുക. ഈ കാണുന്ന വാണ്ട് ഉണ്ടല്ലോ, അതാണ് ഈ സംഭവം. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഉപേക്ഷിക്കുക, അതിനെ കളയേണ്ടതാണ്, നിങ്ങളത് ഉപേക്ഷിക്കേണ്ടതാണ്. ഉപേക്ഷിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വേണമെങ്കിൽ, അങ്ങനെ പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അത് നിങ്ങളിൽ തന്നെ ആയിരിക്കാം, നിങ്ങളിലാണ് ഫോക്കസ് വരേണ്ടത്. ഓക്കെ, നിങ്ങളിലാണ് ഹീലിംഗ് സംഭവിക്കേണ്ടത്. അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പല മാറ്റങ്ങളും ജീവിതത്തിൽ ഇനി ഉണ്ടാകും. അപ്പൊ ആദ്യം തന്നെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങൾ വരിക. വരുന്ന മാറ്റങ്ങളെയൊക്കെ 2 കൈ നീട്ടി സ്വീകരിക്കുക, മുന്നോട്ട് പോകുക. ചിലപ്പോൾ ഒരു യാത്ര അടക്കം ഇൻവോൾവ് ആയിരിക്കും ഈ മാറ്റങ്ങളിൽ. യാത്ര സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അതിൽ ഭാഗമാകണം. നിങ്ങൾ ആ യാത്ര, ട്രാവൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ഒരു തരത്തിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം പാടില്ല എന്നുള്ളതാണ്. ഇതിനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാലേ മുന്നോട്ട്, അപ്പോഴേ നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാൻ പറ്റൂ. ഇതിലൂടെ ഇതിനെയും ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് ക്ലോസ് ചെയ്ത് ഇതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. മാത്രമല്ല, നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് എപ്പോഴാണ് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്നത്, അപ്പോൾ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വരുന്ന എല്ലാ മാറ്റങ്ങളെയും സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാവും, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ സ്വീകരിക്കുക, മുന്നോട്ട് പോകാം. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഡിവൈൻ പ്ലാൻ പ്രകാരം, ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഓക്കെ, ഈ മാറ്റങ്ങൾക്കെല്ലാം നിങ്ങൾ തയ്യാറാണ്, എനർജറ്റിക്കലി നിങ്ങൾ അതിന് റെഡിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 5. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 6. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നോക്കാം. ഗ്രൂപ്പ് 6 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് ചിന്തിക്കുന്ന യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? യെസ്. റൈസ് അപ്പ്, ദിസ് ഈസ് യുവർ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഓക്കെ, കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. നിങ്ങൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിലേക്ക് അടുക്കുന്നതിന് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് അതെടുക്കേണ്ട സമയമാണ്. നിങ്ങളിലുള്ള ചില സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ആണ് ആ ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ തയ്യാറല്ല എന്നൊക്കെ ഒരു തോന്നല്. അതായത് പെർഫെക്റ്റ് മൊമെന്റ് വരേണ്ടതുണ്ട്, ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്, അപ്പോഴേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അതാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം ചിന്തകളിൽ നിന്ന്, അത്തരം വിശ്വാസങ്ങളിൽ നിന്ന് ഓക്കെ നിങ്ങൾ സ്വതന്ത്രരാകേണ്ടതുണ്ട്. അപ്പൊ അതിലാദ്യം ഫോക്കസ് ചെയ്യാം. നിങ്ങളെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പ് എടുക്കുന്നതിന് തടയുന്നത് എന്താണോ, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവായിരിക്കാം, ധൈര്യക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് ആദ്യം നിങ്ങൾ മുക്തരാകണം. എന്നിട്ട് വേണം ഇതിന്റെ ആ ഒരു ആക്ഷൻ എടുക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കാൻ. അപ്പൊ ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് സ്വതന്ത്രരാകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി യെസ് ആണ് പ്രോഗ്രസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല ഫേവറബിൾ ആണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരി എന്നാണ് കാണുന്നത്. പക്ഷേ അതിന് ഒരു കണ്ടീഷൻ ഉള്ളത്, ആദ്യം ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നും ഇൻസെക്യൂരിറ്റീസിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കാം. അപ്പോഴാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 6. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 7, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള യെസ് ഓർ നോ റീഡിംഗ്. നോക്കാം. ഗ്രൂപ്പ് 7 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന യെസ് ഓർ നോ ആൻസർ എന്താണ്? അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകുന്ന ഉത്തരം എന്താണ്? ഓക്കെ, യെസ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ടൂൾസും എല്ലാ റിസോഴ്സസും നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കത് നടത്തിയെടുക്കാവുന്ന കാര്യമാണ്, നിസ്സാരമായ ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്നുള്ളത്. എന്താണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന വൺ കാർഡ് ഗൈഡൻസ്? വാവ്, എംപറസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു മജീഷ്യൻ എനർജി ഉണ്ട്, എംപറസ് എനർജി നിങ്ങളിൽ വരണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ അതിനെ ചിന്തിക്കുന്നു? പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്? അതിന്റെ ബെസ്റ്റ് കേസ് സിനാരിയോയിലാണോ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലാണോ ഫോക്കസ് ചെയ്യുന്നത്? അത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ട് മാറുക, അത് അതുപോലെ തന്നെ സംഭവിക്കും. ഓക്കെ, അത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ നിങ്ങളുടെ ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റ് എനർജിയാണ് നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യത്തിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഔട്ട്കം എന്താണോ ആ ഔട്ട്കം ചിന്തിക്കുക, അത് നടക്കുമെന്ന് തന്നെ വിചാരിക്കുക, അത് അതേപോലെ തന്നെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, അത് അഫേം ചെയ്യുക. ഓക്കെ, അത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് ആ ആക്ഷൻസ് എടുക്കുക. ഒരു തരത്തിലും ഇതെങ്ങനെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമാധാനത്തോടായിരിക്കുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവുക. അത് സ്വാഭാവികമായിട്ടും ആ ഔട്ട്കം എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഔട്ട്കം എന്താണോ അത് സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് നിങ്ങൾ അനുവദിക്കുക. നിങ്ങൾ ഒരു തരത്തിലും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അനാവശ്യമായിട്ടുള്ള ധൃതി പാടില്ല എന്ന് കൂടെ പറയും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ അതിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, ആ ഔട്ട്കം എങ്ങനെയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് അത് നടക്കണം എന്നാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കാര്യം നടക്കണം എന്നാണെങ്കിൽ അത് നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ, നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോഴും അത് നടന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുമ്പോഴാണ് അത് നടക്കുക. നടക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ പറയുമ്പോഴൊക്കെ അത് നടന്നില്ലെങ്കിലോ, അതാണ് പ്രശ്നം ഉണ്ടായാലോ, സംഭവിച്ചില്ലെങ്കിലോ, ഇങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ പറയുന്നത്, ഈ ഒരു ചിന്തയാണ് നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. അതാണ് നിങ്ങളുടെ എനർജി ഇപ്പോഴത്തെ. അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക. അതോടൊപ്പം അത് ആ ഒരു കാര്യം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം. ഒരു തരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്.
ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 8. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 8ന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം റോങ് ഡയറക്ഷൻ, ഷിഫ്റ്റ് യുവർ ഫോക്കസ്. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ ആ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ചോദിച്ചത് തെറ്റായ ദിശയിലാണ് പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യത്തിലോ അതിനെ സംബന്ധിച്ചല്ല അവിടെയല്ല നിങ്ങളുടെ ശ്രദ്ധ ആയിരിക്കേണ്ടത് എന്ന് പറയുന്നു. നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള മറ്റൊരു ഘടകമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ, മറ്റൊരു മേഖലയുണ്ട്. അവിടേക്കാണ് നിങ്ങളുടെ ഷിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്. ഇത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിന് നൽകാനുള്ള 1 കാർഡ് ഗൈഡൻസ്. ഓക്കെ, ഈ ഒരു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം, നിങ്ങൾക്ക് ഗുണകരമാക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട, ഒരു ഇൻവിറ്റേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുകിൽ നിങ്ങളിലേക്ക് വരാനായിരിക്കുന്നു, നിങ്ങളിലേക്ക് അതല്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, നിങ്ങളുടെ എനർജി സ്പേസിൽ അതുണ്ട്. ഓക്കെ, നിങ്ങൾ അതിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്. ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി ഫൈനാൻഷ്യലി കുറേ ഒരു ഉയർച്ചയൊക്കെ കൊണ്ടുവരുന്നതിന് ഈ പറഞ്ഞ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഓപ്പർച്യൂണിറ്റി അതിന് പറ്റും. ഓക്കെ, വേറെ തരത്തിൽ പറഞ്ഞാൽ അതിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് അവിടെയല്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ വേറെ വളരെ എന്താ പറയാ, നിങ്ങളിപ്പോ ചിന്തിച്ച കാര്യം ഉണ്ടല്ലോ, അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വാല്യൂ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അവിടെയാണ്. നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. നിങ്ങൾ ഈ ഒരു അവസരം, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അവസരം, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ അതിൽ ശ്രദ്ധ കൊടുത്ത് അതിന് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അവിടേക്കാണ് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 9. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 9 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? മേ ബി ഇതിനുള്ള ഉത്തരം നിങ്ങൾ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങളുടെ അകത്താണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അറിയാം നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അത് യെസ് ആണോ നോ ആണോ എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അറിയാം. നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ആവില്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ വേറെ ഒരു എന്താ പറയുക കൺഫർമേഷൻ ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ റീഡിംഗ് കാണുന്നത് പോലെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് ശരി. ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് കാണുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ അത് ചെയ്യണ്ട എന്നുള്ളതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കംഫർട്ട് സോണിൽ പുറത്തു വരണമല്ലോ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളുടെ ഉള്ളിൽ പറയുന്നത്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് എല്ലാം തന്നെ ചെയ്യണം, അത് മുന്നോട്ട് പോകണം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തു വരണം എന്നുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, നിങ്ങൾ പക്ഷേ ഈ റീഡിംഗ് തന്നെ കാണുന്നത് ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ച ഇത്രയല്ല ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ആ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച, പുരോഗതി ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ഒക്കെ ജീവിതത്തിൽ ഉയരുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പല മേഖലകളിലും, ജീവിതത്തിലുള്ള പല മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് നല്ലത് തരുന്ന നല്ല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചറാണ് ഈ ഒരു കംഫർട്ട് സോണിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്.
ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സുഖകരമായിരിക്കാം, പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന ഭാവി, യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്ന ഭാവി, അത് നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ഉത്തരം ശരിയാണ്. നിങ്ങൾ ഇനി വേറെ ഒരു കൺഫർമേഷന് പോകണ്ട, അല്ലെങ്കിൽ വേറൊരു ക്ലാരിഫിക്കേഷന് പോകണ്ട. ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഗുണം, നിങ്ങൾ ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തതിന്റെ ഗുണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 10. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 10 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? അബ്സല്യൂട്ട്ലി യെസ്, ഉറപ്പായും എന്നുള്ള ഒരു എനർജിയാണ്. ക്ലിയർ സ്കൈസ് അഹെഡ്, ഗോ ഫോർ ഇറ്റ്. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് 100% കറക്റ്റ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണിത്. അത്രയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഗ്രീൻ സിഗ്നൽ ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ സംശയം ശരിയാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് എന്തെങ്കിലും ഒരു പുതിയ ചാൻസ് എടുക്കുന്നത്, വീണ്ടും ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, ഓക്കെ, ഒരേ ആൾക്ക് തന്നെ ആവണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ട് അതേ മേഖലയിൽ വീണ്ടും നിങ്ങൾ ഒരു പുതിയ കാര്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, ഓക്കെ, അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ വിജയിക്കും. അതാണ് ഈ അബ്സല്യൂട്ട്ലി യെസ് പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ വിജയിക്കും. യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ട്. ഇത് നിങ്ങൾ കൃത്യം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. അതും വേഗത്തിൽ തന്നെ സംഭവിച്ചിരിക്കും. എന്തൊക്കെയാണോ ആ ഒരു മേഖലയിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതെല്ലാം അതിനെ കൂടെ കൂട്ടരുത്. ഓക്കെ, ഈ മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ, പുതിയ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനെ കൂടെ കൂട്ടാൻ പാടില്ല. അത് കഴിഞ്ഞു പോയതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ വലിച്ചഴക്കരുത് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ ഊർജം എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ഒരു ലെസൺ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണകരമാകുന്ന ഒരു പാഠം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പെർമനന്റ് എനർജി ആക്കി നിങ്ങൾ മാറ്റരുത്. ഓക്കെ, അതിൽ നിന്ന് അത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. ഈ ഒരു എനർജീനെ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സക്സസ് ഉറപ്പാണ്. 100% സക്സസ് ഉറപ്പാണ്. ഈ എനർജിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ എന്തൊക്കെയാണോ ആ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ, പാസ്റ്റ് ആണ് അതല്ലേ, കഴിഞ്ഞു പോയതാണ്, അതിനെ ഉപേക്ഷിക്കുക. അവിടെ നിന്ന് എന്ത് പാഠം പഠിച്ചോ ആ പാഠത്തിൽ ഫോക്കസ് ചെയ്യാൻ മുന്നോട്ട് പോവുക. അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അത്രേ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ യൂണിവേഴ്സിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് 100% ഗുണകരമായിരിക്കും. അതൊരു എന്താ പറയുക, ഫുൾ ഗ്രീൻ സിഗ്നൽ ആണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, ധൈര്യമായിട്ട് പൊക്കോളൂ, യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് ഒരു കണ്ടീഷൻ. അവിടെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണോ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ആ ഒരു എനർജി, ആ ഒരു പാസ്റ്റ് എനർജി നിങ്ങളുടെ കൂടെ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനെ റിലീസ് ചെയ്യുക. അതിനെ റിലീസ് ചെയ്തിട്ട് ഈ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചില സംശയങ്ങൾ ഉണ്ടായിട്ട് ഒരു സംശയം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചതാണെങ്കിൽ നിങ്ങളുടെ സംശയം ശരിയാണ് എന്നാണ് വന്നിട്ടുള്ളത്. അത് ശരിയാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടമാണ് വരുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ഈ സങ്കടം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, വൈകാതെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന് റിക്കവർ ചെയ്യും. അതിന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ അത്രയും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 11, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇപ്പോൾ ഗ്രൂപ്പ് 11 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? യെസ്, അലൈൻഡ് ചോയ്സസ് ബ്രിങ് ഹാർമണി. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, നിങ്ങളുടെ എനർജിയുമായിട്ട്
വളരെയധികം അലൈൻഡ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറെ കൂടെ സമാധാനം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ യെസ് ആൻസർ ആണ് യൂണിവേഴ്സിന് ഇവിടെ നൽകാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലയോ, അത് അവസാനിപ്പിക്കണോ എന്നുള്ള ചോദ്യത്തിനാണ് യൂണിവേഴ്സ് യെസ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാര്യം അവസാനിക്കുന്നതോടുകൂടെ നിങ്ങൾ സ്വതന്ത്രരാകാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കുറെ അനാവശ്യമായ എനർജീസും ഈ ഒരു കാര്യം അവസാനിപ്പിക്കുന്നതോടുകൂടെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. നിങ്ങൾക്ക് തന്നെ ഒരുപാട് നിങ്ങളുടെ ജീവിതം കുറേ കൂടെ ലൈറ്റ് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ കുറേം കൂടി ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും. കുറേം കൂടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാനും തുടങ്ങും. ജീവിതത്തിൽ നല്ലൊരു ഷിഫ്റ്റ് ആണ് ഇതിൽ നിന്ന് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് അവസാനിപ്പിക്കേണ്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടതാണെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ ഗുണത്തിനാണ്. അങ്ങനെ അത് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊരു എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ചിന്തിച്ചിട്ടുള്ളത്, അതിനാണ് നിങ്ങൾക്ക് യെസ് ആൻസർ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ യെസ് പോകണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതോടൊപ്പം നിങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും സംഭവിക്കും. എല്ലാവരുടെയും നിങ്ങളും ഇൻവോൾവ് ആകണം, എല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ടാന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കാനായിട്ടൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, നിങ്ങളുടെ ലൈഫ് നല്ല സുഖകരമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ഈ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ എനർജി നിങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും, കുറേ കൂടെ ദുഷ്കരമാവും. ഓക്കെ, ഡിലേസ് ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് പോകേണ്ട ഒരു കാര്യത്തിന് നിങ്ങൾ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക, ഈ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് തന്നെയായിരിക്കണം, നിങ്ങളായിരിക്കണം, നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്യമായിരിക്കണം. ഈ പറയുന്ന എല്ലാം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാം എൻ്റെ ചുമതലയാണ് എന്നൊരു ചിന്ത വേണ്ട. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരു അഡ്വൈസ് കൊടുക്കുക, സജഷൻ കൊടുക്കുക മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ ആ ഒരു വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആവേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല. നിങ്ങൾക്ക് അവിടെ ഒരു സജഷൻ പറയാ, അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറയുന്നു. കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 12. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 12ന്റെ മനസ്സിലുള്ള യെസ് ഓർ നോ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ആൻസർ ഇറ്റ്സ് എ നോ. നിങ്ങളുമായിട്ട് ഇത് എനർജറ്റിക്കലി അലൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോകണോ എന്ന് വെച്ചിട്ടാണെങ്കിൽ പോകണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് പോയാലും നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. ഓക്കെ, അത് ഈ ഒരു കാര്യം മുന്നോട്ട് ഇതിൽ പുരോഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇതിൽ കുറേയും കൂടെ നിങ്ങൾ ഒരു ഡിസ്ട്രക്ഷൻ, ഒരു തകർച്ച നേരിട്ടിട്ട് നിങ്ങൾ ഈ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്യുക. നിങ്ങളുമായിട്ട് ഇത് അലൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കുക, അതിനെ ഉപേക്ഷിക്കുക. നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു വേദന ഉണ്ടാകും. ഓക്കെ, അതുണ്ടെങ്കിൽ അത് ടെമ്പററി ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ചില കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രമേൽ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമാജിനേഷനിൽ അത് നല്ലതാകാനാണ് സാധ്യത. പക്ഷേ എനർജറ്റിക്കലി നിങ്ങൾ അതുമായിട്ട് അലൈൻഡ് അല്ല, പ്രൊസീഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവും അല്ലേ? നിങ്ങളോട് അത് ഉപേക്ഷിക്കാൻ പറയുകയാണ്, നിങ്ങൾക്ക് അത് സങ്കടം ഉണ്ടാവും. പക്ഷെ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ, സംതിങ് ബെറ്റർ, ഇതിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന കാര്യത്തെക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ബാലൻസ്, ഹാർമണി കൊണ്ടുവരുന്ന ഒരു കാര്യം, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് നിങ്ങളായിട്ട് അലൈൻഡ് ആയിട്ടുള്ളത്, അല്ലാണ്ട് ഈ ഒരു കാര്യമല്ല. അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ്, കുറേയും കൂടെ നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്നതിന് മികച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ അതുമൂലം സംഭവിക്കും. ഇത് അല്ല, ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു വ്യക്തിയെ കുറിച്ചാണ് ചോദിച്ചത്, ഇതാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണെങ്കിൽ അല്ല. കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് അലൈൻഡ് അല്ല. ഈ റിലേഷൻഷിപ്പിൽ പ്രൊസീഡ് ചെയ്ത ഹാർട്ട് ബ്രേക്ക് ഷുവർ ആണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ്, നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. ഓക്കെ,
നിങ്ങൾക്ക് ഇതിന് ബെറ്റർ ആണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. ഇപ്പൊ റിക്കൺസിലിയേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നോ ആൻസർ ആ വന്നിരിക്കണം. അതിന്റെ കാരണം അതാ, ആ വ്യക്തി നിങ്ങളുമായിട്ട് അലൈൻഡ് അല്ല. നിങ്ങൾ അലൈൻഡ് ആയി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് ഇതിന് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ തിരിച്ചറിവോട് കൂടെ ഈ ഒരു ബന്ധത്തിനെ ഉപേക്ഷിക്കുക. റിലേഷൻഷിപ്പ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കരിയറിലൊക്കെ ആണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, സ്വീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഗുണമല്ല ഉണ്ടാവുക, നിങ്ങൾക്ക് അതിലൂടെ ദോഷമാണ് സംഭവിക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ബെറ്റർ ഓപ്ഷനാണ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ റൈറ്റ് ടൈമിൽ വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ധൃതി വെച്ച് ഈ ഒരു ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ഇങ്ങനെ വേണം ഈ മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 12 റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.